എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേത് കുറച്ച് വ്യത്യസ്തമായി ഉണ്ടാക്കുന്ന ഒരു കൊഴക്കട്ടയുടെ റെസിപ്പിയാണ്. പച്ചരിയും ചെറുപയർ പരിപ്പും കൊണ്ടുണ്ടാക്കുന്ന മോദകമാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 1 കപ്പ് പച്ചരിയും 1/4 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ഇതേപോലെ തന്നെ വയ്ക്കാം. അതിനുശേഷം വെള്ളം വാലാനായി വയ്ക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളം വാലാനായി വയ്ക്കാം. വെള്ളം നന്നായി ഡ്രൈ ആയി കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ലോ ടു മീഡിയം ഫ്ലെയിം മാറി മാറി ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഏകദേശം 6-7 മിനിറ്റ് ആവും ഇത് വറുത്തെടുക്കാൻ. വെള്ളമൊക്കെ വറ്റി ചെറുതായൊരു ചുവന്ന കളറാവുന്നവരെ വറുത്തെടുക്കാം. ചെറുപയർ അരിയൊക്കെ പകുതി കുതിർന്നിട്ടുണ്ട്. ഇതുപോലെ ആകുമ്പോഴാണ് വറുത്തെടുക്കേണ്ടത്. വെള്ളം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. അരിയൊക്കെ പൊരിയാൻ തുടങ്ങിയിട്ടുണ്ട്. 3-4 മിനിറ്റ് കൂടി വറുത്തെടുക്കാം. അരിയൊക്കെ നന്നായി പൊരിഞ്ഞിട്ടുണ്ട്. പരിപ്പുകൾ നന്നായി ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. തണുക്കുന്നതിനായി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനി കൂടി റെഡിയാക്കാം. അതിനായി 1/4 കപ്പ് ശർക്കരപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. നന്നായി അലിയിച്ചെടുക്കാം. ഇതിലേക്ക് 3 ഏലക്ക കൂടി ചേർക്കാം. ചൂടാറിയിട്ടുണ്ട്. തെരുതെരിപ്പായി പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിക്കാണ് പൊടിച്ചെടുക്കേണ്ടത്. ചെറുപയർ പരിപ്പെല്ലാം പകുതിയായിട്ട് കിടക്കുന്നുണ്ട്. അരിയും ചെറുപയർ പരിപ്പും കൂടി 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡബിളായി വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. 1-2 നുള്ളിട്ടാൽ മതി. കുറച്ച് നെയ്യും ചേർക്കാം. 3/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. വെള്ളം നന്നായി ചൂടാക്കുമ്പോൾ തന്നെ പൊടി ചേർക്കാം. പൊടിയിടാം. നന്നായി മിക്സ് ചെയ്യാം. കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാം.
തന്നെ തേങ്ങയും അരക്കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. കട്ടകളെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. പാനിയെല്ലാം അബ്സോർബായി നല്ല കട്ടിയുള്ള മാവായി കിട്ടണം. ഒന്നുകൂടി കുറുകി കിട്ടണം. ഇതുപോലെ കട്ടിയാക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയാകും. നന്നായി തണുത്തിട്ടുണ്ട്. ഇനി കുഴക്കട്ട ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉണ്ടാക്കാം. മോൾഡ് ഉണ്ടെങ്കിൽ അതിലും വെച്ചുണ്ടാക്കാം. ഇതിലേക്ക് എണ്ണ തേച്ചിട്ടുണ്ട്. മോൾഡിലാണെങ്കിൽ സൈഡൊക്കെ ഇതേപോലെ അമർത്തി കൊടുക്കണം. അപ്പോഴാണ് എല്ലാ ഭാഗവും നന്നായി ഫില്ലായിട്ട് വരുള്ളൂ. തുറക്കാം. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് തണുത്തതിന് ശേഷം പാത്രത്തിൽ നിന്ന് എടുക്കാം. ചൂടോടുകൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും കുഴക്കട്ട. ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. പരിപ്പും മരിയൊക്കെ വറുത്ത് ചേർക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേക രുചിയുണ്ട് കുഴക്കട്ടയ്ക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.